നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പായിപ്പട് പഞ്ചായത്ത് 10ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. CPI-യിലെ സീന വർഗീസ് സ്ഥാനാർത്ഥിയാകും. ഫെബ്രുവരി 24-നാണ് വോട്ടെടുപ്പ്. പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അർബൻ ബാങ്കിംഗ് ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. 30ഓളം കലാകാരന്മാർ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചു. കേന്ദ്ര ബജറ്റ്. മുളവൂർ നിരപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി CPM. പ്രതിഷേധ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു. കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ വാർഷികാഘോഷം വിളംബര ജാഥ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ശ്രീനി വേണു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെബ്രുവരി 22, 23 തീയതികളിലാണ് വാർഷികാഘോഷം. കടവൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ്. UDF പാനലിന് വിജയം. പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയികളായി. ഇളങ്ങവത്തെ വൃന്ദാവനമാക്കി ബോഗൻവില്ല. കക്കുടിയിൽ രാജേഷിന്റെ വീട്ടിലെ ബോഗൻവില്ലയാണ് നാടിനെ ആകർഷിക്കുന്നത്. വീട്ടുമരത്തെ അമ്പഴമരത്തിലാണ് ബോഗൻവില്ല പടർന്നു നിൽക്കുന്നത്. കാഴ്ചയില്ലാത്ത വനിതകൾക്ക് കേരള ബാങ്കിന്റെ കൈത്താങ്ങ്. പോത്താനിക്കാട് വൊക്കേഷണൽ ട്രെയിനിംഗ് കം പ്രൊഡക്ഷൻ സെന്ററിലെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് 2 ലക്ഷം രൂപയും കമ്പ്യൂട്ടറുകളും കൈമാറും. വാർത്തകൾ വിശദമായി. പായിപ്പട് പഞ്ചായത്ത് 10ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. വാർഡംഗം ദീപാറോയി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. CPI-യിലെ സീന വർഗീസ് LDF സ്ഥാനാർത്ഥിയാകും. CPI മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ സംഘം സംസ്ഥാന കൗൺസിൽ അംഗവുമാണ് സീന വർഗീസ്. ഫെബ്രുവരി 24-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 25-ന് ഫലം പ്രഖ്യാപിക്കും. ഫെബ്രുവരി 6-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഹാളിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഗായികയും റേഡിയോ ആർട്ടിസ്റ്റുമായ തെന്നൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഗായികയും റേഡിയോ ആർട്ടിസ്റ്റുമായ തെന്നൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജയചന്ദ്രന്റെ പാട്ടിന്റെ അല്ലെങ്കിൽ ആലാപനത്തിന്റെ, അതിന്റെ റെൻഡറിങ് എന്ന് പറയും, ഇംഗ്ലീഷിൽ റെൻഡറിങ് എന്നുള്ള നല്ലൊരു വാക്കുണ്ട്. റെൻഡറിങ്ങിന്റെ സവിശേഷത എടുത്തു പറയാനുള്ളത്, അദ്ദേഹം ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ആദ്യം പാടിയ ഗാനങ്ങളുടെ ഈ കരിമുകിൽ കാട്ടിലെ അല്ലെങ്കിൽ മഞ്ഞലയിൽ മുങ്ങി തോർത്തി അനുരാഗ ഗാനം പോലെ എന്നുള്ള പാട്ടെല്ലാം ഒരു സാധാരണ തുടക്കക്കാരനെ പോലെ മാത്രമേ പാടിയിട്ടുള്ളൂ. പക്ഷെ അന്ന് യേശുദാസൻ പാടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്കറിയാവുന്നതാണ്. അന്ന് പോലും ജയചന്ദ്രന്റെ പാട്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് വീണ്ടും അവസരങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറായ മ്യൂസിക് കമ്പോസേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ ആലപിച്ച കല്ലോലിനി എന്നൊരു ഗാനമുണ്ട്. വളരെ ശോകഭാവത്തിൽ പാടിയൊരു ഗാനമുണ്ട്. എനിക്ക് വളരെയധികം, ഞാൻ ആ പാട്ട് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നാണെങ്കിൽ റേഡിയോ എപ്പോഴും മാറത്തടുക്കി പിടിച്ച് കേട്ടിരുന്ന ഒരു ശ്രോതാവായിരുന്നു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചൊരു ഗാനമാണ് സിനിമ കാണുന്നതിന് മുൻപ്. ഈ സിനിമ ഞാൻ എന്നിട്ട് ഈ പാട്ട് കേട്ട് എൻ്റെ ഇഷ്ടം ഉണ്ടായി കാണാൻ പോയിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പാട്ട് ഈ ജയചന്ദ്രൻ പാടി കേട്ടിട്ടുണ്ടെങ്കിൽ സുകുമാരൻ എന്ന നടന് വേണ്ടി ഒരു കാമുകി കൊല്ലപ്പെട്ട മരിച്ചുപോയ ഒരു കാമുകന്റെ വിരഹ ഗാനമാണ്, അല്ലെങ്കിൽ ശോക ഗാനമാണ്, അല്ലെങ്കിൽ വേദനപ്പെട്ട ഒരു ഗാനമാണ്. ഇത് അതിമനോഹരമായിട്ടാണ് പാടിയത്. സംഘം പ്രവർത്തകരായ കലാകാരന്മാരെ AP വർക്കിംഗ് മിഷൻ ചെയർമാൻ PR മുരളീധരൻ മൊമന്റോ നൽകി ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് CN കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കുമാർ K. മുടവൂർ, മേഖലാ സെക്രട്ടറി K. മോഹനൻ, വൈസ് പ്രസിഡന്റ് MN രാധാകൃഷ്ണൻ, ട്രഷറർ NV പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. P. ജയചന്ദ്രന്റെ ഓർമ്മയ്ക്കായി നടത്തിയ ഗാനാഞ്ജലിയിൽ 30ഓളം കലാകാരന്മാർ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര ബജറ്റിനെതിരെ CPM-ന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മുളവൂർ നിരപ്പിലാണ് പ്രകടനം നടത്തിയത്. തുടർന്ന് റേഷൻ കടപ്പടിയിൽ ചേർന്ന യോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ ഉദ്ഘാടനം ചെയ്തു.
OK മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ EM ഷാജി, PG പ്രദീപ് കുമാർ, PM മൈദീൻ എന്നിവർ പ്രസംഗിച്ചു. കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ രണ്ടാമത് വാർഷികാഘോഷ പരിപാടികളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. ലൈബ്രറി പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ വാർഡ് മെമ്പർ ശ്രീനി വേണു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫെബ്രുവരി 22, 23 തീയതികളിലാണ് വാർഷികാഘോഷം നടത്തപ്പെടുന്നത്. കിഴക്കേക്കര ധ്വനി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ രണ്ടാമത് വാർഷികാഘോഷ പരിപാടികളുടെ പ്രചരണാർത്ഥം വിളംബര ജാഥ സംഘടിപ്പിച്ചു. ലൈബ്രറി പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ വാർഡ് മെമ്പർ ശ്രീനി വേണു ഫ്ളാഗ് ഓഫ് ചെയ്തു. ലൈബ്രറി സെക്രട്ടറി തിലകരാജ് മൂവാറ്റുപുഴ, പ്രസിഡന്റ് മിനിമോൾ രാജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബിജു VK, വേണു VG, MT രാജീവ് എന്നിവർ നേതൃത്വം നൽകി. ബാലവേദിയിലെയും വനിതാവേദിയിലെയും അംഗങ്ങൾ, ബഹുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 22, 23 തീയതികളിലായാണ് വാർഷികാഘോഷം നടത്തപ്പെടുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമം, കൈകൊട്ടിക്കളി മത്സരം, നാടകം, സാംസ്കാരിക സമ്മേളനം, കവിതാരചനാ മത്സരം, കുട്ടികൾക്കായുള്ള വിവിധ കായിക മത്സരങ്ങൾ, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കും. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കടവൂർ സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ UDF പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. PA അജിംസ്, അരുൺ ജോസഫ്, ഗർവാസിസ് റാത്തപ്പള്ളിൽ, ബാബു ഭാർഗവൻ, ബിജിത്ത് മാതായി, ബെൽജി മാത്യു, റെജി ഇടയ്ക്കാട്ട്, MS ഓലിക്കൻ, മിനി തോമസ്, സുനിത അനീഷ്, ശ്രീനിവാസൻ പെരുമൂഴിക്കൽ, എമ്മാനുവൽ ജോർജ്, ഷാലിയ രഞ്ജിത്ത് എന്നിവരാണ് വിജയിച്ചത്. ഇളങ്ങവത്തെ വൃന്ദാവനമാക്കി ബോഗൻവില്ല. കക്കുഴിയിൽ രാജേഷിന്റെ വീട്ടിലെ ബോഗൻവില്ലയാണ് നാടിനെ ആകർഷിക്കുന്നത്. വീട്ടുമുറ്റത്തെ അമ്പഴമരത്തിലെ ബോഗൻവില്ലയാണ് പടർന്നു പൂത്തു നിൽക്കുന്നത്. ഒരു നാടിനെ മുഴുവൻ വൃന്ദാവന പ്രതീതിയിലാക്കി ഒറ്റ ബോഗൻവില്ല ചെടി. ഇളങ്ങവം കക്കുഴിയിൽ രാജേഷിന്റെ മുറ്റത്ത് നിൽക്കുന്ന ബോഗൻവില്ലയാണ് വഴിയാത്രക്കാരെയും നാടിനെയും ആകർഷിക്കുന്നത്. പുതുപ്പടി വാരപ്പെട്ടി റോഡിൽ മയിൽക്കവലയിലാണ് രാജേഷിന്റെ വീട്. വീട്ടുമുറ്റത്തെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന അമ്പഴമരത്തിലാണ് ബോഗൻവില്ല പടർന്നു പൂത്തു നിൽക്കുന്നത്. ഒരു വലിയ മരം മുഴുവൻ ചുമന്ന പൂക്കൾ നിറഞ്ഞ് പൂത്തു നിൽക്കുന്നതായിട്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കാഴ്ചയിൽ അനുഭവപ്പെടുന്നത്. പലരും വാഹനം നിർത്തി ഇതിന്റെ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തുകയും സെൽഫി എടുക്കുകയും ചെയ്യുകയാണ്. 10 വർഷം മുൻപാണ് മൂവാറ്റുപുഴയിലെ ഒരു നഴ്സറിയിൽ നിന്നും ബോഗൻവില്ല തൈ വാങ്ങി നട്ടു വളർത്തിയതെന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയായ രാജേഷ് പറഞ്ഞു. ഇത് ഒരു 10 വർഷം മുമ്പ് മൂവാറ്റുപുഴ ഗ്രീൻ ഇന്ത്യ യൂറോപ്യൻ മാർക്കറ്റിലുള്ള ഗ്രീൻ ഇന്ത്യ നഴ്സറിയിൽ നിന്നാണ് ഞാനൊരു തൈ വാങ്ങിയത്. അതിന് ഒരു തൈയേ വാങ്ങിയുള്ളൂ. കാരണം ഇതധികം വളരും എന്നെനിക്കറിയാം. മാത്രമല്ല, നമ്മളെവിടെയെങ്കിലും പോയാൽ വെള്ളമൊഴിച്ച് ദിനം പ്രതി പരിപാലിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത ഹാർഡായിട്ടുള്ളൊരു ചെടി വാങ്ങണം എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് വലിയ പൂന്തോട്ടം ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല. എന്നാൽ ഒരു ഒന്നോ രണ്ടോ ചെടി കൊണ്ട് ഒരു പൂന്തോട്ടത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോഗൻവില്ല സസ്യത്തിൻ്റെ വളർച്ചാ സ്വഭാവം നമുക്കറിയാം. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഗ്രികൾച്ചർ പഠിപ്പിക്കുന്ന, ഗാർഡനിങ് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് എനിക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ചുമന്ന കളറിനോടൊരു താല്പര്യമുണ്ട്. അപ്പോൾ നക്ഷത്രമരമായിട്ട് വീട്ടിന് മുമ്പിൽ ഒരു അമ്പഴം നിർത്തിയിരുന്നു. ആ അമ്പഴത്തേലാണ് ഞാനിത് കയറ്റിയിരിക്കുന്നത്. പലരും ചട്ടിയിൽ മാത്രം ബോഗൻവില്ലയെ വളർത്തുമ്പോൾ കൃത്യമായ പരിചരണത്തിലൂടെ ബോഗൻവില്ലയെ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വൃക്ഷത്തിന് സമാനമാക്കുവാനും കഴിയുമെന്ന് രാജേഷ് അനുഭവത്തിലൂടെ പങ്കുവയ്ക്കുന്നു. ശരിക്കും ബോഗൻവില്ല നമുക്ക് വള്ളിച്ചെടിയായിട്ടും വളർത്താം, കുറ്റിച്ചെടിയായിട്ടും വളർത്താം, മരമായിട്ടും വളർത്താം. ശരിക്കും ട്രെയിനിങ് നൽകിയാൽ ഗംഭീരമായ, നമ്മുടെ ട്രെയിനിങ്ങിനോട് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു സസ്യമാണ്, അല്ലെങ്കിൽ ഒരു പൂച്ചെടിയാണ് ഈ ബോഗൻവില്ല. ചട്ടിയിൽ വളർത്തുന്നത്
നമ്മൾ അതിനെ മുകളിലേക്ക് വളരാനുള്ള ശാഖയെ മാത്രം നിർത്തി സൈഡിൽ വളരുന്ന ശാഖകളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നാൽ ആ ചെടിക്ക് അത് മനസ്സിലാകും മുകളിലേക്കാണ് വളർച്ച പ്രതീക്ഷിക്കുന്നതെന്ന്. അത് മുകളിലേക്ക് വളരും. മുകളിലേക്ക് വളരുമ്പോഴും സൈഡിലേക്ക് ബ്രാഞ്ചുകളുണ്ടാകും. അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് വളരുന്ന ആ രീതിയിൽ പൊയ്ക്കോളൂ. സ്ഥലപരിമിതി മൂലം മറ്റ് പൂച്ചെടികളൊന്നും നട്ടുവളർത്താൻ സാധിക്കാത്തപ്പോൾ ഈ ഒറ്റ ബോഗൻവില്ലയിലൂടെ വീട് മുഴുവൻ പൂങ്കാവനമാക്കിയതിന്റെ സംതൃപ്തിയിലാണ് രാജേഷും ഭാര്യ ശ്രീലയും മക്കൾ ദീപ്തയും കൈലാസും. വർഷത്തിൽ 2 തവണ പൂത്തുനിറയുന്ന ഈ ബോഗൻവില്ല പുഷ്പവൃഷ്ടി നടത്തി ഇളങ്ങവം ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയാകർഷിക്കുകയാണ്. For admissions call 7594054282. കാഴ്ചയില്ലാത്ത വനിതകൾക്ക് കേരള ബാങ്കിന്റെ കൈത്താങ്ങ്. പോത്താനിക്കാട് വൊക്കേഷണൽ ട്രെയിനിംഗ് കം പ്രൊഡക്ഷൻ സെന്ററിലെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന് 2 ലക്ഷം രൂപയും കമ്പ്യൂട്ടറുകളും കൈമാറും. ട്രെയിനിംഗ് സെന്ററിലെ കാഴ്ചയില്ലാത്ത വനിതകളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തരാക്കുന്നതിനായി 2 ലക്ഷം രൂപയും 5 കമ്പ്യൂട്ടറുകളുമാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയുമായി ചേർന്ന് കേരള ബാങ്ക് കൈമാറുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ കാരുണ്യ സേവന രംഗത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ജില്ലാ പ്രസിഡന്റ് CN മോഹനൻ 2 ലക്ഷം രൂപയുടെ ചെക്കും കമ്പ്യൂട്ടറും ട്രെയിനിംഗ് സെന്ററിന് കൈമാറും. മുൻ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാവുങ്കര പാലത്തിങ്കൽ പരേതനായ സെയ്ദ് മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മ നിര്യാതയായി. തിങ്കളാഴ്ച 1 മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. മക്കൾ PS ഇസ്മായിൽ, PS അഷറഫ്, PS ഷബീബ്, PS ലൈല, PS ഹസീന, PS ജാസ്മിൻ, പരേതരായ PS സുലൈഖ, PS സബൂറ. മരുമക്കൾ H ഹമീദ് കുഞ്ഞ്, PB കബീർ, CS സക്കറിയ, KM ഷാഹുൽ ഹമീദ്, KM മുഹമ്മദ് നജീബ്, നബീസ, ഫാത്തിമ, ജിനി, സുബൈദ. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും തൈപ്പൂയ മഹോത്സവവും 2025 ഫെബ്രുവരി 2 മുതൽ 11 വരെ. ന്യൂസ് 88 പൂർണ്ണമാകുന്നു. നമസ്കാരം.